ലൈംഗിക അധിക്ഷേപം, സ്ലട്ട് ഷെയ്മിംഗ്, അശ്ലീല ചിത്രപ്രചരണം, വിക്ടിം ബ്ലെയിമിംഗ്, വ്യാജ അപവാദ പ്രചരണം, രൂക്ഷമായ ലൈംഗികവത്കരണം. കെ ശൈലജയെ പോലെയുള്ള സമുന്നതയായ നേതാവിനെ താറടിക്കാനും തിരഞ്ഞെടുപ്പിൽ മേൽക്കോയ്മ നേടാനും നടത്തിയ അപരിഷ്കൃത ഇടപാടുകൾ ഇലക്ഷൻ അവസാനിച്ചിട്ടും വാക്കായും പ്രസ്താവനയായും കുലുങ്ങിച്ചിരികളായും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്ത UDF പൊതുപരിപാടിയിൽ RMP നേതാവ് ഹരിഹരൻ പരിഹസിച്ചത് ഇങ്ങനെയാണ്: ശൈലജ ടീച്ചറുടെ പോൺ വീഡിയോ ഉണ്ടാക്കിയെന്നാണ് CPMകാർ പറയുന്നത്. ടീച്ചറുടെ പോൺ വീഡിയോ ആരെങ്കിലും ഉണ്ടാക്കുമോ? മഞ്ജു വാര്യരുടെ പോൺ വീഡിയോ ഉണ്ടാക്കിയാൽ അത് കേട്ടാൽ മനസ്സിലാവും. ഇതിനെ തുടർന്ന് വേദിയാകെ അത് ഏറ്റെടുത്ത് കൈയടിക്കുകയും പരിഹാസ ചിരികൾ ഉയർത്തുകയും ഉണ്ടായി. അതായത് മഞ്ജു വാര്യരുടെ പോൺ വീഡിയോ വന്നാൽ സ്വാഭാവികം. കാരണം സിനിമാ നടികളുടെ അശ്ലീല വീഡിയോകൾ സ്വാഭാവികമാണല്ലോ. അവരുടെ തല വെട്ടിക്കയറ്റിയാലും മോർഫ് ചെയ്താലും അതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യമാണ് എന്ന അതിലാഘവ പൊതുബോധ്യങ്ങളിൽ നിന്നുമാണ് ഇത്തരം സെൻസർ ചെയ്യേണ്ട തമാശകൾ ഉണ്ടാകുന്നത്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ വിൽപവറും അന്തസ്സും ആത്മവിശ്വാസവും തകർക്കാൻ രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെടെയുള്ള ആണത്തങ്ങൾ സംഘടിതമായി പ്രയോഗിക്കുന്നതാണ് ഇത്തരം അശ്ലീലതകൾ. സ്ത്രീയാണ് മറുഭാഗത്തെങ്കിൽ അവരെ ഒന്ന് ഒബ്ജക്ടിഫൈ ചെയ്ത് കളയാം. സ്ത്രീയാണോ മറുഭാഗത്ത് എങ്കിൽ കുറച്ച് തെറി വിളിക്കാം, അപവാദം പറയാം, കമന്റ് സെക്ഷനിൽ ചെന്ന് അശ്ലീലത പറയാം, വ്യക്തി അധിക്ഷേപം നടത്താം എന്ന നൂറ്റാണ്ട് പിന്നിലുള്ള പൊതുബോധം. UDFനെ പോലെ നാഴികയ്ക്ക് 40 വട്ടം പുരോഗമനം ക്ലെയിം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി വേദിയിൽ ഒരു പ്രാവശ്യവും ഇതൊന്നും തള്ളിപ്പറഞ്ഞില്ല. കണ്ണ് നിറച്ചുകൊണ്ട് ഒരു വനിതാ രാഷ്ട്രീയ പ്രതിനിധി വാർത്താ സമ്മേളനം നടത്തിയ കാലത്തും അവരെ വളഞ്ഞിട്ട് ചോദ്യം ചെയ്തും താറടിച്ചും തന്നെയാണ് UDF നേതാക്കൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്. UDFോ അവരുടെ പ്രതിനിധികളോ ഒരിക്കലും ഒരു കാലത്തും ഏറ്റവും അടിസ്ഥാനപരമായ ഒരു പദവിയിൽ, ഒരു MLA സ്ഥാനത്തേക്ക് ഒരു സ്ത്രീ എന്ന സ്വത്വത്തോടെ എത്തിപ്പെടാൻ കെ ശൈലജ എന്ന രാഷ്ട്രീയ പ്രവർത്തക എടുക്കേണ്ടി വന്ന എഫേർട്ടുകളെ എവിടെയും റെക്കഗ്നൈസ് ചെയ്തില്ല. അവർ ഒരു പത്രസമ്മേളനത്തിൽ വന്ന് രൂക്ഷമായ ആക്രമണങ്ങൾ സ്ത്രീ എന്ന അർത്ഥത്തിൽ താൻ നേരിടുന്നു എന്ന് പറയുമ്പോൾ ആ സ്ട്രഗിളിനെയും അവർ അംഗീകരിച്ചില്ല. എന്നിട്ടും അത്രയും അന്യായമായ ഒരു ഇലക്ഷനെ അതിജീവിച്ച് പുറത്തു വന്ന് നിൽക്കുമ്പോൾ വീണ്ടും അവരെ വളയുകയാണ് ഈ അശ്ലീല രാഷ്ട്രീയ കൂട്ടം. ഇപ്പോൾ മഞ്ജു വാര്യരെ കൂടി വലിച്ചഴിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഏത് വിവാഹ വേർപാടുകളുടെ കാലത്ത്, ആദ്യ സിനിമയുടെ കാലത്തൊക്കെ ഒരു വിഭാഗം അധിക്ഷേപങ്ങൾ നടത്തിയ, അകാരണമായി അതൊക്കെ നേരിടേണ്ടി വന്ന, അതിനെ ഫൈറ്റ് ചെയ്ത ഒരു വനിതാ സിനിമാ പ്രവർത്തക. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം സ്ത്രീകൾക്കെതിരെ റെക്കോർഡ് ചെയ്യപ്പെട്ട 2597 കുറ്റങ്ങളിൽ 1896 കേസുകളും സെക്ഷലായ കണ്ടന്റുകൾ കൈമാറ്റം ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൽ 701 കേസുകൾ മോർഫിംഗ്, ഫേക്ക് വീഡിയോ നിർമ്മാണം, ബ്ലാക്ക് മെയിലിംഗ് എന്നിങ്ങനെയുള്ളതാണ്. അതായത് ഒറ്റപ്പെട്ടതല്ലാത്ത അത്രയും സംഘടിതവും തുടർച്ചയായതുമായ കുറ്റങ്ങളാണെന്ന്. ഇത്തരം കുറ്റങ്ങൾ നടക്കാൻ അനുവദിക്കുകയും അതിനുതകുന്ന സാമൂഹിക സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും അതിനെ അതിസാധാരണവൽക്കരിക്കുകയുമാണ് ഇത്തരം രാഷ്ട്രീയ പ്രസ്താവനകളും പ്രചരണങ്ങളും വഴിവെക്കുന്നത്. ഭാവിയിൽ ഉന്നതമായ രാഷ്ട്രീയ ഓഫീസുകൾ ലക്ഷ്യം വെക്കുന്ന ജനപ്രതിനിധിയാകേണ്ട, നിയമനിർമ്മാണങ്ങളിൽ വഴിത്തിരിവുകൾ ഉണ്ടാക്കേണ്ട രാഷ്ട്രീയ പ്രവർത്തകരാണ് ഇത് ചെയ്യുന്നത് എന്നതാണ് 21ാം നൂറ്റാണ്ടിന്റെ കേരളം കാണുന്ന ഏറ്റവും വലിയ പാരഡോക്സുകൾ.